അനുകരിക്കാൻ കഴിയാത്ത ശൈലി, ഭാഷയുടെ ലാളിത്യം, ജീവിതത്തിൻ്റെ പച്ചയായ നേർക്കാഴ്ചകൾ സത്യസന്ധമായി പകർന്നു തന്ന ഒരു വലിയ പ്രതിഭയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ. അദ്ദേഹം സുകുമാർ അഴീക്കോടിന് അയച്ച ഒരു കത്താണ് ഇന്ന് വായിക്കുന്നത്. ബഹുമാനപ്പെട്ട തത്വമസി, താങ്കൾ അയച്ച കുറിപ്പ് വായിച്ചു. മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിഞ്ഞില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്ന് കടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി 12 ഗുളികകൾ തന്നു. 2 എണ്ണം വലുത് വായിലിടാൻ ഭാവിച്ചപ്പോൾ അശരീരി ഉണ്ടായി. ആ ഗുളികകൾ 2ഉം വയറിളക്കാനുള്ളതാണ്. 10 എണ്ണം ശ്വാസം മുട്ടിനും. നന്ദി. എൻ്റെ ദിവ്യദൃഷ്ടി വിയ്യൂർക്ക് തിരിച്ചു. താങ്കളുടെ ഹൃദയം ശരിക്കും കണ്ടു. ഹൃദയത്തിന് മനസ്സിലായി താങ്കൾ 29-ന് എൻ്റെ വീട്ടിൽ ഉണ്ണാൻ വരും. നല്ല ഊണ് സംഘടിപ്പിക്കാം. അന്നേ ദിവസം MTയെയും NPയെയും താങ്കൾ കൂട്ടണം. മലയാളം എഴുതാനും വായിക്കാനും അറിവുള്ളവർ ആ ഭാഗത്തുണ്ടെങ്കിൽ MTക്കും NPക്കും കാർഡ് ഇടണം. താങ്കളെ മലയാളം പഠിപ്പിക്കാൻ ഒരു പെണ്ണിനെ താങ്കളുടെ സവിധത്തിലേക്ക് അയക്കാം. പരമസുന്ദരി. താങ്കൾ അവളെ കെട്ടുകയാണെങ്കിൽ മാസം തോറും എനിക്ക് 250 വീതം അയക്കണം. താങ്കൾക്ക് അവളിൽ ഉണ്ടാകുന്ന ആൺകുട്ടികളെ എനിക്ക് തരണം. ഒരു ചാവേർപ്പട ഉണ്ടാക്കാനാണ്. ഈ കത്ത് ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ച് ജ്ഞാനിയാവുക. മംഗളം. മുഹമ്മദ് ബഷീർ, കോഴിക്കോട്, 14/1/1991. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പോക്രികളും പോക്രിച്ചികളും ആകരുത്. ആയാൽ നല്ല വീക്ക് കിട്ടും. അതുകൊണ്ട് മര്യാദക്കാരായി ജീവിക്കുക. ഇപ്പോൾ പഠിക്കുകയാണല്ലോ. ശരിക്ക് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെയൊക്കെ പ്രായക്കാരായ ഒരുപാട് ലക്ഷം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. ചീത്തക്കൂട്ട് കൂടരുത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം സൂക്ഷിക്കണം. സ്വന്തമായി ചിന്തിക്കാനും പഠിക്കാനും പറ്റണം. തല ഗ്യാസ് കുറ്റിയാക്കരുത്. നിങ്ങൾക്കെല്ലാം ദീർഘായുസ് നേരുന്നു. സുഖവും വിജയവും. മംഗളം. വൈക്കം മുഹമ്മദ് ബഷീർ. 1986 മെയ് മാസത്തില് അക്കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞിരുന്ന ലേബർ ഇന്ത്യ എന്ന മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി അങ്ങോട്ട് അയച്ചു തന്ന ഒരു കത്താണ്. ലേബർ ഇന്ത്യ മാസിക തുടങ്ങിയ 3ാമത്തെ വർഷം, ആദ്യത്തെ 2 വർഷം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസിന്റെയാണ്. അവിടെ എന്നാൽ ചിന്തിക്കാൻ പോലും നേരമില്ലാത്ത കാലത്ത് 86-ൽ ആദ്യത്തെ പേജിൽ, 1ാമത്തെ പേജിൽ കുട്ടികൾക്കുള്ള കത്തുമായി, ബഷീറിന്റെ കത്തുമായി പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ലേബർ ഇന്ത്യ. ഞങ്ങൾ എന്നും അഭിമാനത്തോടെ ആദരവോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം അതാണ്. അരച്ചായക്ക് വകുപ്പില്ലാതെ വയറ് കാഞ്ഞപ്പോഴും സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് ആ ജീവിതം. അപ്പോഴും ചിരിക്കുകയും ചെയ്തു, ചിരിപ്പിക്കുകയും ചെയ്തു. ആ നിസ്സംഗതയാണ്. പക്ഷെ ആ ബാല്യകാല സഖി 80ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോ ബഷീർ MP പോൾ, ബഷീർ DC ഏതായാലും പറഞ്ഞല്ലോ ഞാൻ നേരത്തെ, ഈ ബന്ധങ്ങളൊക്കെ പുനരാഖ്യാനം ചെയ്യപ്പെടേണ്ട ഒരവസരം കൂടിയാണ് വരുന്നത്, അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. ഇത് ഗ്രന്ഥകർത്താവ് മാത്രമല്ല, ഭാഷാകർത്താവുമാണ്. ഭാഷ ഉണ്ടാക്കി. ശരശരാന്ന്, പരപരാന്ന്, കുനുകുനൂന്ന്, ഇതൊക്കെയാണ് ബഷീറിന്റെ ഭാഷ. ഒരു നിയമത്തിനും വഴങ്ങാതെ ഭാഷ മനുഷ്യന്റേതാണ് എന്ന് വിശ്വസിച്ചു. വ്യാകരണത്തിന് വഴങ്ങില്ല. എന്നെഴുതേണ്ടത് ബഷീർ കഥ
എന്ന ത സായുടെ ചുവട്ടിട്ടിട്ടും എഴുതും. തെറ്റായിട്ട് തറ എന്ന ത സായുടെ ചുവട്ടിലിട്ടിട്ടും ബഷീർ എഴുതും. അത് തെറ്റാണ് ഭാഷാപരമായി. അപ്പൊ അതാരോ ചൂണ്ടിക്കാണിച്ചു ഒരിക്കല്. അപ്പൊ ബഷീർ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ എന്നതിന്റെ ശരിക്ക് എഴുതുന്നവരുണ്ട് കഥയുടെ, പക്ഷെ അവരാരും പുസ്തകം എഴുതാറില്ല എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ മറുപടി പറഞ്ഞു. വാക്കും അക്ഷരമൊക്കെ വളരെ നന്നായി എഴുതുന്നവരൊന്നും പുസ്തകം എഴുതാറില്ല എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ആ ഒരു നേരം വിശ്വസാഹിത്യത്തിന്റെ രോമാഞ്ചമുളവാക്കുന്ന നേരമാണ്. ബഷീറിൻ്റെ ദേശാടന നാളുകളിലെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ചെറുകഥയായി പിന്നീട് പരിണമിക്കുന്നത്. വളരെ തുച്ഛമായ പണം മാത്രം കയ്യിലുള്ളപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ ഒരു അതിർത്തി പ്രദേശത്തെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ബഷീർ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ വില കൊടുക്കുവാനായി പോക്കറ്റിൽ തപ്പുമ്പോൾ പേഴ്സ് കാണുന്നില്ല. ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളുമായി വന്ന നിരവധി പേരെ താൻ കണ്ടിട്ടുള്ളതാണെന്ന ഒരു നിഷ്ഠൂര ഭാവത്തോടെ കാർക്കശ്യത്തോടെ ഹോട്ടലുടമ ബഷീറിനെ വിവസ്ത്രനാക്കുകയാണ്. ആദ്യം ഷർട്ടൂരി വയ്ക്കാൻ പറഞ്ഞു, പിന്നെ പാൻറ് ഊരാൻ പറഞ്ഞു, ലങ്കോട്ടി വരെ ഊരി മാറ്റി തന്നെ പരിപൂർണ നഗ്നനായി അപമാനിക്കുവാനാണ് ഇയാളുടെ ശ്രമം എന്നറിഞ്ഞപ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് യാചനാപൂർവം അരുതേ എന്ന് ബഷീർ കേണു. അപ്പോഴാണ് അപരിചിതനായ ഒരാൾ അവിടേക്ക് കടന്നു വരുന്നത്. എത്രയാണ് ഇയാൾ തരാനുള്ള പണമെന്ന് ചോദിക്കുന്നു. ആ പണം അയാൾ കൊടുക്കുന്നു. ബഷീറിന് ഈ വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച ശേഷം പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി താൻ ധരിച്ചിരുന്ന ഓവർകോട്ടിനുള്ളിൽ നിന്ന് 10-15 പേഴ്സുകൾ എടുത്ത് ഇതിലേതാണ് തൻ്റെ പേഴ്സെന്ന് ചോദിക്കുകയും ബഷീർ സ്വന്തം പേഴ്സ് തിരിച്ച് വാങ്ങുകയും ചെയ്തു. അപ്പോൾ പോക്കറ്റടിക്കാരനായ ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് തന്നെ വലിയ അപമതിയിൽ നിന്ന് രക്ഷിച്ചത് എന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തെ നോക്കി കൈകൾ കൂപ്പി. ആ മനുഷ്യനാണ്, പോക്കറ്റടിക്കാരനാകട്ടെ ബഷീറിൻ്റെ ഉപചാരങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ മെല്ലെ തിരിഞ്ഞ് നടന്നുപോയി. ബഷീർ ഒരു നിമിഷം ഒന്ന് വ്യാകുലപ്പെട്ടു. ഞാൻ ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നീട് സ്വയം മന്ത്രിച്ചു, ഒരു പക്ഷേ ദയ എന്നായിരിക്കും അയാളുടെ പേര്. ഇത് അതിമനോഹരമായൊരു ചെറുകഥയാണ്. MT അടുത്തിടയ്ക്ക് നടത്തിയ ഒരു ബഷീർ അനുസ്മരണത്തിൽ പറഞ്ഞത്, ഇതിൽ ഈ പോക്കറ്റ് അടിക്കപ്പെട്ടവനാണോ പോക്കറ്റ് അടിച്ചവനാണോ ബഷീർ എന്ന് നമുക്ക് മാറി ചിന്തിക്കാം. പോക്കറ്റ് അടിക്കപ്പെട്ടവനാണ് ബഷീർ എന്നാണ് കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നത്. പക്ഷെ മറിച്ചാണെങ്കിലോ, പോക്കറ്റ് അടിച്ചവനാണ് ബഷീറിൻ്റെ കഥാപാത്രമെങ്കിലോ, അങ്ങനെ നമ്മൾ അനുപാതപ്പെടുത്തിയാൽ പോലും ആ കഥയിൽ സ്ഫുരിച്ചു നിൽക്കുന്ന മാനവികതയുടെ സങ്കീർത്തനത്തിൻ്റെ ജ്വലിക്കുന്ന തേജസ്സിന് ഒരല്പം പോലും ഊനം സംഭവിക്കുന്നില്ല. ആദ്യം വരുന്ന അദ്ദേഹം ഈ വീടിന്റെ ഒരു പാരപ്പറ്റില് അല്പം ദുഃഖത്തോടെ വേദനയോടെ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, അന്ന് 92-ലാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ വന്നു. അന്ന് ഞങ്ങളൊരു ചെറിയ പ്രസിദ്ധീകരണം, ലേബർ ഇന്ത്യയുടെ കുടുംബമാസിക എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒരു അഭിമുഖം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് തീരെ വയ്യാതിരുന്ന ഒരു ദിവസമാണ്. അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം. അപ്പൊ ഞങ്ങൾക്ക് അധികം വർത്താനം പറയാൻ തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ എന്റെ വിശേഷങ്ങൾ കുറെ പറഞ്ഞത് അദ്ദേഹം ഈ വലിവോടുകൂടി ഇരുന്ന് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ യാത്ര പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏതാനും മാസം മുമ്പ് അനീസിന് ഒപ്പം ഞാനിവിടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു കുറച്ച് സമയം. അപ്പൊ ഇനിയും ഈ 30-ാം വർഷം മാത്രമല്ല, 300 വർഷം കഴിഞ്ഞാലും നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗമായി, സംസ്കാരത്തിന്റെ ഭാഗമായി, നമ്മുടെ അഭിമാനമായി വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും ഈ സാംസ്കാരിക കേന്ദ്രം ഉണ്ടാവും. മനുഷ്യർ വാസ്തവത്തിൽ പലതരത്തിൽ ലോകത്ത് ജീവിക്കും. ചിലർ ലോകമുണ്ടാക്കുന്ന ക്രമങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കും. മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ക്രമത്തിൽ, ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ, ഒരു നിയമ സംവിധാനത്തിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് പൊതുവിൽ മനുഷ്യർ പിന്തുടർന്നു പോരുന്നൊരു രീതി. അതൊരു തൊഴിൽ സ്ഥാപനമാകാം, അത് ഭരണപരമായി നിയന്ത്രിക്കപ്പെടുന്ന ആശയങ്ങളുടെ ലോകമാകാം. അതിനകത്ത് താരതമ്യേന ഭദ്രമായ, താരതമ്യേന കൃത്യതയുള്ള ഒരു ജീവിതമാണ് ഭൂരിഭാഗം മനുഷ്യർ ജീവിക്കുക.
ഒരർത്ഥത്തിൽ അതൊരു ഏകമാന ജീവിതമാണ് എന്ന് പറയാം. വൺ ഡയമെൻഷണൽ മാൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ഹെർബർട്ട് മാർക്യൂസ് നമ്മുടെ കാലത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ എഴുതുന്നുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത ഒരു പ്രകൃതത്തിലല്ല, ഒരു പ്രകാരത്തിലല്ല, അനവധി പ്രകാരങ്ങളിൽ ജീവിക്കാനുള്ള സാധ്യതയുള്ള ഒന്നാണ് മനുഷ്യൻ ജീവിതം. മാർക്സിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, ഒരാൾ എപ്പോഴാണ് സ്വതന്ത്രനാവുന്നത്? വളരെ അസാധാരണമായൊരു ഉത്തരം മാർക്സ് ആ ചോദ്യത്തിന് പറയുന്നത്, ഒരാൾ രാവിലെ ഷേക്സ്പിയർ വായിക്കുകയും പിന്നെ മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് തത്വചിന്തയിൽ ഏർപ്പെടുകയും വൈകിട്ട് ഗുസ്തി പിടിക്കുകയും രാത്രി ബിഥോവൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വതന്ത്രനാവുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികമായ സാധ്യതകളുടെ എല്ലാ പടവിലും ജീവിക്കാൻ ഒരാൾക്ക് കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. അതല്ലാതെ ക്രമപ്പെട്ട ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരേ പടവിൽ ഒരേ ആവൃത്തിയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യാവസ്ഥയുടെ ഒരു അന്യവൽക്കരണമാണ്, ഏലിയനേഷനാണെന്ന് മാർക്സ് കരുതിയിരുന്നു. അതുകൊണ്ട് നമ്മൾ പക്ഷെ അങ്ങനെയല്ല. ഗുസ്തിക്കാരൻ എന്നും ഗുസ്തി പിടിക്കണം എന്ന് നമ്മൾ കരുതുന്നു, സംഗീതജ്ഞൻ എന്നും സംഗീതത്തിലായിരിക്കണം എന്ന് കരുതുന്നു, തത്വചിന്തകൻ തത്വചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് കരുതുന്നു. ഇത് ജീവിതം ഉണ്ടാക്കുന്ന ഒരുതരം അന്യത്വമാണ്. നാം ആയിരിക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത മട്ടിൽ, അഥവാ നമ്മുടെ സാധ്യതകളുടെ എല്ലാ ആവിഷ്കാരങ്ങളെയും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത മട്ടിലുള്ള ഒരു ജീവിതത്തിൽ മനുഷ്യർ തളയ്ക്കപ്പെടുന്നു എന്നത് ആധുനിക കാലത്തെ മനുഷ്യജീവിതത്തിൻ്റെ വലിയ പരാധീനതയായിട്ട് പലരും പറയാറുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ പൊതുവിൽ ജീവിതത്തിൻ്റെ ഒരു പടവിൽ ഒരു പ്രകാരത്തിൽ തളഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബഷീർ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നില്ല. ചില മനുഷ്യർ പല പ്രകാരങ്ങളിൽ ജീവിക്കുകയും പല പ്രകാരങ്ങളിലൂടെ തങ്ങളുടെ ജീവിതത്തെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതോടെ അവർക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തെന്ന് വെച്ചാൽ, അവരുടെ ജീവിതം വളരെ ആഴത്തിൽ വൈരുദ്ധ്യങ്ങളുള്ളതായി തീരും എന്നതാണ്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സഹജമായൊരു സ്വഭാവമാണ്. വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളയാനോ വൈരുദ്ധ്യങ്ങളെ മൂടി വയ്ക്കാനോ വൈരുദ്ധ്യങ്ങളില്ലെന്ന് നടിക്കാനോ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ കേസരി കരുതിയിരുന്നത്. അതുകൊണ്ട് ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെ നാനാപ്രകാരങ്ങളിൽ പലതരം വൈരുദ്ധ്യങ്ങളിൽ ആണ്ടുമുഴുകുകയും ആ വൈരുദ്ധ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയും ഒരുപക്ഷെ അതുണ്ടാക്കുന്ന സന്നിഗ്ധതകളെ സങ്കീർണതകളെ മടികൂടാതെ അഭിമുഖീകരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബഷീർ എന്നുകൂടിയാണ്. ബഷീറിനെ അക്ഷരാർത്ഥത്തിൽ വിശ്വസാഹിത്യകാരൻ എന്ന് വിശേഷിപ്പിക്കണം. എഴുതുന്ന ഭാഷ നോക്കിയിട്ടില്ല. മലയാളം പോലൊരു ഭാഷ ലോകത്താകെ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയല്ല. പക്ഷേ ബഷീർ എഴുതിയതൊക്കെ സാർവലൗകികമായ വിഷയങ്ങളെക്കുറിച്ചാണ്, പ്രപഞ്ചത്തെക്കുറിച്ചാണ്, കാലത്തെക്കുറിച്ചാണ്, ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ സഹവർത്തിത്വത്തെക്കുറിച്ചാണ്, മറ്റു ജീവികളുമായുള്ള സഹവർത്തിത്വത്തെക്കുറിച്ചാണ്. ഭൂമിയുടെ അവകാശികൾ എന്നുള്ള പുസ്തകമാണ് ഇവിടെ നമുക്കൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയ പുസ്തകം അതാണ്. ഇത്രയേറെ കാലത്തോട് സംവദിക്കുന്ന ഒരു പുസ്തകം, ഏത് കാലത്തോടും ഇതൊരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥ എഴുത്തുകാരൻ മാത്രമായ ഒരു എഴുത്തുകാരൻ എഴുതാൻ കഴിയുന്നതല്ല. ഭൂമിയുടെ അവകാശികളിൽ രാഷ്ട്രീയമുണ്ട്, പരിസ്ഥിതിയുണ്ട്, പ്രപഞ്ചമുണ്ട്, മനുഷ്യനുണ്ട്, ഭൂമിയുണ്ട്. ബഷീർ എനിക്ക് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു മണ്ണാങ്കട്ടയോടും താല്പര്യമില്ല. എനിക്ക് പ്രത്യേകമായ ഒരു മണ്ണാങ്കട്ടയോടും താല്പര്യമില്ല. ഞാൻ ഈ ഭൂഗോളത്തെ ആകെ സ്നേഹിക്കുന്നു. ഈ വാക്കാണ് വരാൻ പോകുന്ന ലോകത്തിന്റെ മുദ്രാവാക്യം. സത്യത്തില് രവിഡിസിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, ബഷീർ ഞങ്ങളുടെ നാട്ടുകാരനാണ്.
അദ്ദേഹം ബേപ്പൂർ സുൽത്താനല്ല, കോട്ടയം സുൽത്താനാണ്. നിങ്ങൾ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയതാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ സാഹിത്യം എന്താണെന്നും അദ്ദേഹത്തിന്റെ സാധ്യത എന്താണെന്നും തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടുകാര് അദ്ദേഹത്തെ സ്വന്തമാക്കി. ഞങ്ങൾ കോട്ടയംകാർ അദ്ദേഹത്തെ വളർത്തി വലുതാക്കി അനുഭവങ്ങൾ നൽകി ലോകം കാണാൻ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചു. അനീതിയാണത്. ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനീതി തന്നെയാണത്. അപ്പോ ഞങ്ങൾ കോട്ടയംകാർക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യമാണ് കിട്ടുന്നത്. രവി DC DC ബുക്സിലൂടെ അദ്ദേഹത്തിന്റെ സാഹിത്യം മുഴുവൻ ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ്. അക്ഷരങ്ങളുടെ പ്രപഞ്ചം. കോട്ടയം എന്നല്ല പറയേണ്ടത്, എന്റെ വീട്ടിൽ നിന്ന് വെറും 19 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹം ജനിച്ച വീടിരുന്ന സ്ഥലം. മൂവാറ്റുപുഴയാറിന്റെ തീരത്തെ ആ സ്ഥലം, തലയോലപ്പറമ്പ് എന്ന് പറയുന്ന കൊച്ചു പട്ടണം. എല്ലാ ദിവസവും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ പ്രദേശത്തൂടെ അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്തിന് മുന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് അവിടെ എനിക്ക് തോന്നുന്ന ഒരു ഫെഡറൽ ബാങ്കിന്റെ ഓഫീസ് സ്ഥാപനമൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. പാത്തുമ്മയുടെ ആടിലെ ആട് തുള്ളിച്ചാടി നടന്ന ആ മുറ്റമൊക്കെ ഇന്നും സ്മരണയിലുണ്ട്. ഇടയ്ക്കെപ്പോഴോ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് ബഷീറിൻ്റെ ഈ വിഭ്രമാവസ്ഥ ബോധമനസ്സിനെ കീഴടക്കുകയും ബഷീർ ഒരല്പം ഉന്മാദത്തോടെടുത്ത അല്പം എന്താണ് പറയുക അക്രമാസക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വഴിഭ്രംശം സംഭവിക്കുകയും ചെയ്തു. ബഷീറിൻ്റെ കയ്യിലുള്ള വലിയ പിടിയുള്ള വളരെ കൊത്തുപണികളുള്ള പിച്ചാത്തി, കത്തി, കടാര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പല കഥകളിലെ കഥാപാത്രം കൂടിയാണ് ആ കടാര. അതെടുത്ത് അദ്ദേഹം ചുറ്റുപാടും വീശിക്കൊണ്ട് തന്നെ ആക്രമിക്കുവാനായി കടന്നു വരുന്ന പിശാച്ചിനോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തടുക്കാനും അനുനയപ്പെടുത്തുവാനും വന്ന ഭാര്യയുടെ നേർക്ക് അദ്ദേഹം കടാര വീശി, മക്കളുടെ നേർക്ക് കടാര വീശി, അയൽവക്കക്കാരുടെ നേർക്ക് കടാര വീശി. അവർ വേലിപ്പത്തലുകൾ ഒടിച്ച് തീരെ നിർവാഹമില്ലെങ്കിൽ അയൽവക്കക്കാർ കാല് തല്ലി ഒടിച്ചിട്ട് ബഷീറിനെ കീഴടക്കി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് MT വാസുദേവൻ നായരും ശോഭന പരമേശ്വരൻ നായരും ആത്മസുഹൃത്തായ മറ്റൊരു വ്യക്തിയും കൂടെ ചേർന്ന് ഈ വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തുന്നത്. അപ്പോൾ പലരും പല വഴിക്ക് അനുനയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എം ടി തന്നെ എഴുതിയിട്ടുണ്ട് ബഷീറിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭാർഗവീ നിലയത്തിന് എഴുതിയ ആമുഖ കുറിപ്പിലാണെന്ന് തോന്നുന്നു, അതോ മറ്റേതോ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് എഴുതിയ ആമുഖക്കുറിപ്പിലാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. MT തന്നെ എഴുതിയിട്ടുണ്ട്. MT വളരെ ഭയാശങ്കകളോടെ എന്നാൽ അനിവാര്യമായ ആ സാഹചര്യത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ബഷീറിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ബഷീർ കടാര വീശിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ MT പറഞ്ഞു, ഗുരു. MT എന്നും ബഷീറിനെ വിളിച്ചിരുന്നത് ഗുരു എന്നാണ്. ഗുരു, ഇത് ഞാനാണ്, ചെകുത്താൻ വന്നിരിക്കുന്നു, അവൻ എന്നെ ആക്രമിക്കും, എനിക്ക് അവനെ നേരിട്ടേ മതിയാകൂ എന്നാണ് ബഷീറിൻ്റെ പ്രതികരണം. അപ്പോൾ ഇത് ഞാനാണ്, വാസുവാണ്, ചെകുത്താൻ പല രൂപത്തിൽ വരും, അവൻ വാസുവിൻ്റെ രൂപത്തിലും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് MTയെ ബഷീർ എതിരിട്ടതെന്നും പിന്നീട് ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാണ് ബഷീറിനെ അനുനയപ്പെടുത്തി വല്ലപ്പുഴ മാനസിക ചികിത്സാലയത്തിലേക്ക് തങ്ങളോടൊപ്പം വരുവാൻ സമ്മതം വാങ്ങിയതെന്നും MT പറയുന്നു. ബഷീർ എപ്പോഴും വേദനകളാണ് പങ്കിട്ടത്, സ്വയം വേദനിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ വലിയൊരു മനസ്സാണ്. ഞാനൊരിക്കലും ഇപ്പം എന്നോടൊരു ചാനലിന്റെ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ബഷീറുമായി ബന്ധപ്പെട്ട വല്ല അനുഭവം ഉണ്ടോ? ബഷീറിനെ കേൾക്കാൻ പോയതും കൂടെ പോയതും ഒക്കെ എനിക്ക് എൻ്റെ ഓർമ്മകളിലുണ്ട്. പക്ഷെ എന്നെ വളരെ വളരെ സ്പർശിക്കുന്ന ഒരു ഓർമ്മ ബഷീറിന്റെ വലിപ്പം മനസ്സിലാക്കി തരുന്ന ഓർമ്മയാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന കാലത്ത് ഞങ്ങളുടെ മാഗസിൻ ബഷീറിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഈ വീട്ടുമുറ്റത്ത് വന്നു. കോളേജ് മാഗസിൻ അതൊരു അന്നത്തെ കാലത്ത് അത് ഒരു വലിയൊരു സംഗതിയാണല്ലോ. അത് അതിൽ എൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് എൻ്റെ ലേഖനം കൊടുക്കാൻ വന്നതല്ല, ഞാൻ ഞങ്ങളുടെ കോളേജിന്റെ ആ വർഷത്തെ മാഗസിൻ കൊടുക്കാൻ വന്നതാണ്. പക്ഷെ എനിക്ക് നല്ല അന്നത്തെ കാലത്തെ ഇംഗ്ലണ്ടിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടി. ആ ലേഖനം മുഴുവൻ വായിച്ച് അതിനെക്കുറിച്ച് ബഷീർ എഴുതിയിട്ടുള്ള വാക്കുകളാണ്. എന്താണിത് ആ കാലത്ത്, ഏതാണ് ആ കാലം? നമ്മളൊരു ഒരു വിദ്യാർത്ഥിയായി, ഇന്നും വിദ്യാർത്ഥി തന്നെ, പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ നമ്മളൊരു ലേഖനം വായിച്ചിട്ട് ഇത്ര വലിയൊരു എഴുത്തുകാരൻ, ആ മനസ്സാണ്, ആ സംസ്കാരമാണ് ബഷീർ. ബഷീർ ഒരു സംസ്കാരമാണ്, ഒരു നാഗരികതയാണ്. സംസ്കാരം എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം സിവിലൈസേഷനാണ്. എൻ്റെ മലയാള അർത്ഥം അത്ര പോരാ. നാഗരികത എന്ന് പറയുമ്പോൾ ഒരു ചെറുതായി പോകുന്നുണ്ട്. അത് ഒരു സിവിലൈസേഷനാണ്.
സങ്കല്പത്തിൻ്റെ ലോകത്തിൽ മാത്രമല്ല, ഭാവനയുടെ ലോകത്തിൽ മാത്രമല്ല, വിഭ്രമങ്ങളുമായ ഈ ഇടചേരലും ഇഴചേർച്ചയും. അങ്ങനെയുള്ള ഏതോ ഒരു വല്ലാത്ത ബ്രാഹ്മ മുഹൂർത്തത്തിൽ അദ്ദേഹം പണ്ടത്തെ ഷൺമുഖൻ റോഡിൻ്റെ പാരപ്പറ്റ്, ഇന്നത് ആ പാരപ്പറ്റ് നഷ്ടപ്പെടുകയും അവിടെ മറൈൻ ഡ്രൈവിലെ വലിയ ബഹുനില മന്ദിരങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഏതോ ഒരു രാവിൽ ആ പാരപ്പറ്റിലിരുന്നുകൊണ്ട് കായലിലേക്ക് കണ്ണയക്കുന്ന ബഷീർ കാണുന്നത് ഓളങ്ങളുടെ മീതെ ഏതോ വെള്ളിക്കൊലിസിൻ്റെയോ വെളുത്ത വസ്ത്രത്തിൻ്റെയോ ഇലുക്കുകൾ തിളങ്ങുന്നതാണ്. അത് പതിവ് കാഴ്ചയെ പല രാവുകളിലും ആവർത്തിച്ചപ്പോൾ ബഷീർ അതിൽ സുരസുന്ദരിയായ അപ്സരസിൻ്റെ സൗന്ദര്യമുള്ള ഒരു യക്ഷിയെ സങ്കല്പിച്ചെടുത്തു. പിന്നെ ആ യക്ഷിയുമായി ബഷീർ ഒരുപാട് കുശലങ്ങൾ പറഞ്ഞു. അവളുടെ മനസ്സിൽ വളരെ ശോകാർദ്രമായൊരു കഥ കത്തി നിൽപ്പുണ്ട്, നീറി ബാക്കി കിടപ്പുണ്ടെന്ന് ബഷീർ ഭാവനയിൽ സങ്കല്പിച്ചെടുത്തു. അങ്ങനെയുള്ള ആ യക്ഷി സംവാദത്തിൻ്റെ ഒരു പരിണാമമായി അദ്ദേഹം എഴുതിയ ചെറുകഥയാണ് നീലവെളിച്ചം. അതാണ് പിന്നീട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ ചിത്രങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഭാർഗവീ നിലയം എന്ന സിനിമയായി മാറുന്നത്. ഇത് ബഷീർ പിന്നെ വളരെ സ്ഫോടക ശക്തിയോടെ മലയാളത്തിൽ ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരനാണ്. അത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞൊരു എഴുത്ത് ബഷീറിൻ്റെ ശബ്ദങ്ങളാണ്. ശബ്ദങ്ങളിലെ നായിക നമുക്കറിയാം, അതൊരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരമ്മയാണ്. ഇത് രണ്ടും വിരുദ്ധ പദങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. രാത്രി അവളുടെ അടുത്ത് പല പുരുഷന്മാരും വരുന്നു. അപ്പോൾ അപ്പുറത്തിങ്ങനെ കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഉറുമ്പ് വന്നിങ്ങനെ കടിക്കുന്നത് ഈ സ്ത്രീ കാണുന്നുണ്ട്. ഇത് അത്യസാധാരണമായിട്ടുള്ള ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അമ്മ എന്ന് പറയുന്നത് ഒരനുഭവവും വേശ്യ എന്ന് പറയുന്നത് വേറൊരു അനുഭവമാണ്. ബഷീർ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം എന്ന് വെച്ചാൽ ഈ വേശ്യയും ഒരമ്മയാകാം എന്നതാണ്. വേശ്യ ഒരമ്മയാണ് എന്ന് പറയുമ്പോൾ, അഥവാ അമ്മ ഒരു വേശ്യയാകാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അനുഭവത്തിൻ്റെ അതിർത്തി അങ്ങ് പൊട്ടിപ്പോകും. നമ്മൾ വേശ്യ എന്ന് പറയുന്നത് ഒരു മാദക ശരീരമാണ്, അവസാനിക്കാത്ത രതിസുഖമാണ്, ലൈംഗികതയുടെ തൃഷ്ണയുടെ സഞ്ചാരങ്ങളാണെന്ന് കരുതുകയും മാതൃത്വം എന്ന് പറയുന്നത് നിത്യമായ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ലോകമാണെന്ന് പറയുകയും ചെയ്യുന്നതിനിടയിലാണ് ബഷീർ രണ്ട് ലോകങ്ങളെ കൂട്ടിമുട്ടിക്കുകയും ഒരു പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്ന അനുഭവത്തിൻ്റെ ഘടനയാകെ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അന്നത്തെ സാഹിത്യ നിരൂപകന്മാരിൽ ഒരാൾ പറഞ്ഞത്, ഈ ശബ്ദങ്ങൾ സാഹിത്യമാണെങ്കിൽ ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറയേണ്ടായി. ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ശബ്ദങ്ങൾ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച സാഹിത്യകൃതിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അനുഭവങ്ങളെ അതിൻ്റെ അതിർത്തിയെ പൊട്ടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നീട് ഒരു പക്ഷേ ബഷീറിനെ പോലെ ഇങ്ങനെ എഴുതിയ അമ്മ എന്നുള്ള ആശയത്തെക്കുറിച്ച് എഴുതിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിലുള്ളത് കോവിലിനാണ്. കോവിലിന് ഒരിടത്ത് എഴുതുന്നുണ്ട്, അസാധാരണമായ നടുക്കം ഉളവാക്കുന്ന ഒരു വാക്യം കോവിലിന് എഴുതുന്നുണ്ട്, പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു. ഒരു പക്ഷെ അമ്മ എന്നുള്ള ആശയത്തെ അതിൻ്റെ വിപരീത മൂല്യത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയ ഒരു വാക്യം മലയാളത്തിൽ വേറെയില്ല. പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളിലൊക്കെ ബഷീർ ചെയ്യുന്നൊരു കാര്യം ഒരനുഭവത്തിൻ്റെ അതിർത്തിയെ അതിനുള്ളിൽ നിർത്താൻ അനുവദിക്കാതെ ആ അനുഭവത്തെ അതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോകാം.